നമസ്കാരം സുഹൃത്തുക്കളെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? 1. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ശരിയായ പ്രസ്താവനയാണ്. ഈ 1, 2, 3 ഈ 4 കാര്യങ്ങളാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യത്തെ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ 7 എന്നുള്ള സംഖ്യ മാറിപ്പോണ്ട. ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികളിലും ഇന്ത്യ ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് അത്രയും ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നതായിരുന്നു ആദ്യത്തെ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ ലക്ഷ്യമിട്ടത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1951 മുതൽ 1956 വരെയാണ് അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അല്ലെ, ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്യുന്നത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിട്ട് എന്ത് ചെയ്തത്, പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ സാമ്പത്തിക വിദഗ്ധരായിരുന്ന, അന്നത്തെ എക്കണോമിക്സിൽ നല്ല രീതിയിൽ വിദഗ്ധരായിരുന്ന സാമ്പത്തിക വിദഗ്ധരായിരുന്ന ആരൊക്കെയാണ്? റോയ് എഫ് ഹാരോഡും. ആരൊക്കെയാണ്? റോയ് എഫ് ഹാരോഡും അതുപോലെ തന്നെ ഈവ്സ് എ ദോമറും. ആരൊക്കെയാണ്? ഈവ്സ് എ ഡോമർ എന്ന് പറയാം, അല്ലെങ്കിൽ ദോമർ എന്ന് പറയാം. അങ്ങനെയാണ് ഈ രണ്ട് സാമ്പത്തിക വിദഗ്ധരും ആരൊക്കെയാണ്? റോയ് എഫ് ഹാരോഡും ഈവ്സ് എ ദോമറും വികസിപ്പിച്ചെടുത്ത ഒരു ഹാരോൾഡ് ഡോമർ മാതൃക, ഹാരോൾഡ് ഡോമർ മാതൃകയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറയാറുണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡൽ എന്ന് ചോദിക്കേണ്ടത് ഹാരോൾഡ് ഡോമർ മാതൃകയാണ്. അപ്പൊ ഹാരോൾഡ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനും ഡോമർ മറ്റൊരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനുമായിരുന്നു. അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ആണ് അടിയന്തരമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞു അല്ലെ. ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ആരായിരുന്നു ഉപാധ്യക്ഷൻ? ഗുൽസാരിലാൽ നന്ദ. പഠിച്ചു വെച്ചോളണം കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എക്കണോമിക്സിൽ അടുത്ത പഞ്ചവത്സര പദ്ധതി വീണ്ടും ക്വസ്റ്റ്യൻ വരും, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോ രണ്ടാം പഞ്ചവത്സര പദ്ധതി എടുക്കും, മനസ്സിലായി? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, 10 ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസും പരിചയപ്പെടും, നമ്മൾ ആ ടോപ്പിക്കും അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയായിരുന്നു. മനസ്സിലായോ? ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താ ചോദിച്ചാൽ, ഒന്നാം പഞ്ചവത്സര പദ്ധതി വിജയിച്ചോ അതോ പരാജയപ്പെട്ടോ? എന്താണ് ചോദ്യം? വിജയിച്ചോ പരാജയപ്പെട്ടോ? എന്താണ് ഉത്തരം? വിജയിച്ചു. കാരണം 2.1% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടത്. വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ 2.1%. പക്ഷെ നേടിയത് 3.6%. കാരണം എന്താണെന്നറിയോ? ഇങ്ങനെ ഇത്രയധികം പെർസെന്റേജ് കൂടാൻ കാരണം മൺസൂൺ മഴ ശക്തമായിട്ട് ലഭിച്ചു. കാരണം നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏതിനാണ്? കാർഷിക മേഖലയ്ക്കാണ് അല്ലെ. കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ ജലസേചനം, ഈ മേഖലകൾക്കാണ് എന്ത് ചെയ്തത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്. നല്ല രീതിയിൽ മൺസൂൺ മഴ ലഭിച്ചതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, വളരെയധികം വളർച്ച കൈവരിക്കാൻ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ലക്ഷ്യം വെച്ചു. അതേപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2069 കോടി രൂപയാണ് എന്ത് ചെയ്തത്, നീക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു, 2069 കോടി രൂപ പോരാ എന്ന് പറഞ്ഞിട്ട് 2378 കോടി രൂപ വീണ്ടും ഉയർത്തി. അതുകൊണ്ട് തന്നെ ജലസേചനത്തിന്, ഊർജ്ജ മേഖലയ്ക്ക് ഒക്കെ എന്ത് ചെയ്തു, മാറ്റിവെച്ചു. തുക അത്രയും അത്യാവശ്യമായതുകൊണ്ടാണ് തുക എന്ത് ചെയ്തത്, കൂട്ടിവെച്ചത്. അങ്ങനെ ഊർജ്ജ മേഖലയ്ക്കും ജലസേചനത്തിനും വേണ്ടിയിട്ടൊക്കെ തുക മാറ്റിവെച്ചു. അതുപോലെ കൃഷിക്ക്, സാമൂഹിക വികസനത്തിനൊക്കെ തുക വിലയിരുത്തി. അതായത് ഇപ്പൊ 100% കണക്കെടുപ്പ് പറഞ്ഞുതരാം. മൊത്തം 100% എന്ന് കണക്കാക്കുമ്പോൾ അതിൽ 27.2% എന്ത് ചെയ്തു, 27.2% ജലസേചനത്തിനും ഊർജ്ജ മേഖലയ്ക്കും മാറ്റി നിർത്തി. ജലസേചനത്തിനും ഊർജ്ജ മേഖലയ്ക്കും. ബാക്കിയുള്ള 17.4% കൃഷിക്കും സാമൂഹിക വികസനത്തിനും മാറ്റിയിരുത്തി. പിന്നെ വാർത്താവിനിമയത്തിനും ഗതാഗത മേഖലയ്ക്കും കൂടിയിട്ട് ഒരു 24% വിലയിരുത്തി. മനസ്സിലായോ? 24%. ഓക്കെ, വാർത്താവിനിമയത്തിനും ഗതാഗത മേഖലയ്ക്കും 24%.
അതേപോലെ 8% വ്യവസായ മേഖലയ്ക്കും ആക്കി. അങ്ങനെയാണ് 100% എന്ത് ചെയ്തത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക മേഖലകളിലും സർക്കാരിന് നേരിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഇടപെടലുകളൊക്കെ അതിൽ ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. സർക്കാർ അതിൽ കറക്റ്റ് കണ്ണിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ. അത് നമുക്ക് പിന്നെ അറിയാം 1951-56 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധിക വർഷമൊന്നും ആയിട്ടില്ല അല്ലെ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക മേഖലകളിലൊക്കെ സർക്കാരിന് നേരിട്ടുള്ള ഇടപെടൽ ഉറപ്പാക്കിയിരുന്നുവെങ്കിലും സ്വാതന്ത്ര്യാനന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, ഇന്ത്യയുടെ സാമ്പത്തിക നില തീരെ എന്തായിരുന്നു അന്ന് പരുങ്ങലിലായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? PC മഹലനോബിസ് നമുക്ക് നോക്കാം. എന്താണ്? കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാംഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. PC മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. ശരിയായ പ്രസ്താവനയാണ്. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആൻസർ ഈസ് 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അദ്ദേഹം കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു എന്ന് പറഞ്ഞു അല്ലെ. എപ്പോഴാണ്? 1931 കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. 1933 അദ്ദേഹം സാംഖ്യ എന്ന ജേണൽ ആരംഭിക്കുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് പറഞ്ഞു PC മഹലനോബിസ്. എങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? M വിശ്വേശ്വര അയ്യയാണ്. M വിശ്വേശ്വര അയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന PC മഹലനോബിസ് ആണ്. ഇനി നോക്കാം. ഇപ്പൊ 31, 33 മനസ്സിലായല്ലോ അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണ പ്രക്രിയയിൽ മികച്ച സംഭാവനകൾ കാരണം അദ്ദേഹം ഈ PC മഹലനോബിസ് സാമ്പത്തിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണ പ്രക്രിയയിൽ വളരെയധികം സംഭാവന നൽകിയത് കൊണ്ടാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടാൻ കാരണമുണ്ടായത്. ഇനി ഇന്ത്യയുടെ ചോദ്യം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത് എന്ന് പറയും അല്ലെ. ഇന്ത്യയുടെ 2ാം പഞ്ചവത്സര പദ്ധതി നടന്ന വർഷം എപ്പോഴാണ്? 1956 മുതൽ 1961 വരെയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നു. മഹലനോബിസ് മാതൃക അല്ലെങ്കിൽ മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നു. 1956, 61 വരെയാണ് 2ാം പഞ്ചവത്സര പദ്ധതി നടന്നത്. കാരണം മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യയിൽ വ്യാവസായിക വികസനത്തിന് മുൻഗണന നൽകിയത്. മഹലനോബിസിന്റെ സാമ്പത്തിക ആസൂത്രണ പ്രക്രിയയിലൂടെയുള്ള അദ്ദേഹത്തിന്റെ വിശദമായ വിശകലനങ്ങളും അദ്ദേഹത്തിന്റെ അറിവും ഒക്കെയാണ് എന്ത് ചെയ്തത്? 2ാം പഞ്ചവത്സര പദ്ധതിക്ക് വ്യവസായത്തിന് ഊന്നൽ നൽകിയത്. അപ്പൊ 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ ജലസേചന മേഖലയ്ക്കും പ്രാധാന്യം നൽകുകയും ഹരോൾഡ് ഡോമർ മാതൃകയെ അടിസ്ഥാനമാക്കി കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുകയും മഹലനോബിസിന്റെ സാമ്പത്തിക ആസൂത്രണ അദ്ദേഹത്തിന്റെ വിശകലനങ്ങളാണ് 2ാം പഞ്ചവത്സര പദ്ധതിക്ക് ഊന്നൽ നൽകാനുണ്ടായ കാരണം. അതുകൊണ്ടാണ് 2ാം പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്തത്? വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയത്. മനസ്സിലായല്ലോ. അപ്പൊ കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 31 സ്ഥാപിക്കുകയും 33 സാംഖ്യ എന്ന മാസിക ആരംഭിക്കുകയും ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പറയും ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണ പ്രക്രിയയിൽ നൽകിയ മികച്ച സംഭാവനകൾ കൊണ്ടാണ് അദ്ദേഹത്തിനെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വ്യവസായത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയതായിരുന്നു. ഏതെന്ന് പറയുന്നത് ഇത് 2ാം പഞ്ചവത്സര പദ്ധതി 1931 ഡിസംബർ മാസം 17-ാം തീയതിയാണ് കേട്ടോ. 1931 ഡിസംബർ മാസം 17-നാണ് ഇത് ആരംഭിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ISI ആരംഭിക്കുന്നത്. മനസ്സിലായല്ലോ. പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി അതായത് ന്യൂ ഇക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? ലോകബാങ്കിന്റെയും IMF-ന്റെയും നിബന്ധനകൾ സ്വീകരിക്കുകയും, ഇവിടെ വാക്കൊന്ന് ശ്രദ്ധിക്കണേ, നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുകയും ചെയ്തു. അത് ശരിയായ പ്രസ്താവന.
ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതും ശരിയായ പ്രസ്താവന. പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത്. അത് തെറ്റായ പ്രസ്താവനയാണ്. ആൻസർ ഈസ് 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇവിടെ പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഫസ്റ്റ് ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞു ലോക ബാങ്കിന്റെയും IMF-ന്റെയും നിബന്ധനകൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞു അല്ലെ. അതെന്താണ് കാരണം? നമുക്കറിയാം 1991 ആ സമയത്തൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. ദേശീയ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? ഏത് രാജ്യത്തിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? 1991 ഇന്ത്യയിലുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നിട്ട് ലോക ബാങ്കിന്റെയും അതുപോലെ തന്നെ IMF എന്നിവയിൽ നിന്നും വായ്പ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്തു? അവർ മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് 1991 ഇന്ത്യ എന്ത് ചെയ്യുന്നത്? പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചത്. വെറുതെ ഒന്നുമല്ല പ്രഖ്യാപിച്ചത്. ലോക ബാങ്കും IMF-ഉം എന്ത് ചെയ്തിട്ടുണ്ട്? കടുത്ത നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. കാരണം അത്രയും സാമ്പത്തിക പ്രതിസന്ധി അന്ന് എന്ത് ചെയ്യായിരുന്നു? ഇന്ത്യ നേരിടുകയായിരുന്നു. അതേപോലെ തന്നെ പുതിയ സാമ്പത്തിക നയത്തിന്റെ പ്രധാനപ്പെട്ട നെടും തൂണുകളാണ് ഏത് എന്ന് പറയുന്നത്? LPG എന്ന് പറയുന്നത്. LPG എന്താണ്? ലിബറലൈസേഷൻ ആണ് അല്ലെ. എന്താണ്? ലിബറലൈസേഷൻ. 2 P എന്താണ്? P എന്താണ്? പ്രൈവറ്റൈസേഷൻ. one minute വെയിറ്റ് ചെയ്യണടാ, വെയിറ്റ് ചെയ്യണേ. ലിബറലൈസേഷൻ അതേപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, പിന്നെന്താണ്? ഗ്ലോബലൈസേഷൻ. അപ്പൊ LPG എന്ന് ഓർത്ത് വെക്കുക. ലിബറലൈസേഷൻ പറഞ്ഞാൽ ഉദാരവൽക്കരണം. LPG എന്ന് ഓർത്ത് വെക്കണേ. ഉദാരവൽക്കരണം. അതേപോലെ തന്നെ സ്വകാര്യവൽക്കരണം. പിന്നെ ഏതാണ്? ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ഈ 3എണ്ണമായിരുന്നു 1991 പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രധാനപ്പെട്ട നെടും തൂണ് എന്ന് തന്നെ പറയാം LPG ആണ്. ഇനി മൂന്നാമത്തെ തെറ്റ് വരാൻ കാരണം എന്താണ്? ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. കാരണം അതൊക്കെ 1991 മുമ്പാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഇന്ത്യ ഇറക്കുമതിക്ക് പകരം എന്ത് ചെയ്തത്? ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന, ഇവിടെ ശ്രദ്ധിക്കണേ, ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഇറക്കുമതി ബദൽ വ്യാപാര നയം പിന്തുടർന്നത് 1991 മുൻപാണ്. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത്. അതിനു മുമ്പാണ് ഇറക്കുമതി ബദൽ വ്യാപാരത്തിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. എന്നാൽ 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതിനു ശേഷം എന്താണ് പിന്തുടർന്നത്? വിദേശ വ്യാപാരത്തെയും വിദേശ വ്യാപാരത്തെയും അതുപോലെ തന്നെ കയറ്റുമതിയാണ്, ഇമ്പോർട്ട് അല്ല എക്സ്പോർട്ട് ആണ്, കയറ്റുമതിയെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്തത്? പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. വിദേശ വ്യാപാരത്തെയും കയറ്റുമതിയെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. ഓക്കെ ആണോ? ഇനി ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയൊരു വഴിത്തിരിവായിരുന്നു ഏതെന്ന് പറയുന്നത്? 1991 പുത്തൻ സാമ്പത്തിക നയം. അതായത് വിദേശ നാണ്യ പ്രതിസന്ധിയെ തുടർന്നിട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു കേട്ടോ. സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി? PV നരസിംഹറാവു ആയിരുന്നു. അന്നത്തെ ധനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. അന്നത്തെ ധനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് 1991 ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ? എന്താണ് ഉദാരവൽക്കരണം പറയുന്നതെന്ന് ശ്രദ്ധിക്കണേ. വ്യവസായങ്ങൾക്കും കച്ചവടങ്ങൾക്കും മേലുണ്ടായിരുന്ന ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളും ചുവപ്പ് നാടകളും ഒഴിവാക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടാകും?
ഒരു വ്യവസായം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ലൈസൻസ് വാങ്ങിക്കണം അല്ലേ? അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പല നിബന്ധനകളും അംഗീകരിച്ചാൽ മാത്രമാണ് ഒരു പ്രൈവറ്റ് കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വ്യവസായം തുടങ്ങാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് കമ്പനി എന്നല്ല, ഒരു സാധാരണക്കാരന് പോലും ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ പലവിധ റൂളുകളുണ്ട്. അതേപോലെ തന്നെ ഒരു കച്ചവടം നടത്തണമെങ്കിലും ഗവൺമെന്റിന്റെ പല റൂളുകളുണ്ട്. ഇപ്പൊ നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ബാങ്കിൽ ഒരു ലോൺ എടുക്കാൻ പോകണമെങ്കിൽ 100 നൂലാമാലകളാണ് പറയും. എന്തിനാ അവിടെ പോകണം, ഇവിടെ അത്രയേ ഉള്ളൂ ഇല്ലേ, ഇത്ര റൂളേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ ബാങ്കിലാണ് പോയി ലോൺ എടുക്കുന്നത് പറയുമ്പോൾ SBI പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, SBI ലോൺ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾ നേരിടും പറയും. അപ്പൊ അവരെന്ത് ചെയ്യും, മറ്റു ബാങ്കുകളെ ആശ്രയിക്കും. അതേപോലെ തന്നെയാണ് അപ്പോ ഗവൺമെന്റിന്റെ ചുവപ്പ് നാട അല്ലെ, ആ ചുവപ്പ് നാടകളും അതുപോലെ തന്നെ കടുത്ത സർക്കാരിന്റെ നിയന്ത്രണങ്ങളും ഒഴിവാക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്, ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉദാരവൽക്കരണം നടപ്പിലാക്കിയതോടുകൂടി മിക്ക വ്യവസായങ്ങൾക്കും ഉണ്ടായിരുന്ന ലൈസൻസ് രാജ് എന്ത് ചെയ്തു, നിർത്തലാക്കി. വ്യവസായം തുടങ്ങണമെങ്കിൽ ലൈസൻസ് വേണം, അത് വേണ്ട എന്ന് പറഞ്ഞു, ലൈസൻസ് രാജ് നിർത്തലാക്കി. വിവര സാങ്കേതിക വിദ്യകളും നിക്ഷേപങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എളുപ്പമാക്കി. അല്ലെങ്കിൽ അവിടെയും ചട്ടക്കൂടുണ്ട്, അതൊക്കെ പൊട്ടിച്ച് ഭേദിച്ചിട്ട് ഇങ്ങോട്ട് ഒരു കാര്യം നടപ്പിലാക്കാൻ എന്ത് ചെയ്യും, വർഷങ്ങളോട് കൊടുക്കും. അതുകൊണ്ട് തന്നെ വിദേശ സാങ്കേതിക വിദ്യകളും നിക്ഷേപങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എളുപ്പമാക്കി. ഉൽപാദന പരിധികൾ നീക്കം ചെയ്തു. വിപണിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി. ഉദാരവൽക്കരണം അല്ലെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു, അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന രീതിയിൽ ഗവൺമെന്റ് നീങ്ങണം എന്നായിരുന്നു പുത്തൻ സാമ്പത്തിക നയത്തിൽ നടപ്പിലാക്കിയത്. ഇനി അടുത്ത സ്വകാര്യവൽക്കരണം. എന്താ സ്വകാര്യവൽക്കരണം? പ്രൈവറ്റൈസേഷൻ. സാമ്പത്തിക പ്രവർത്തനത്തില് സർക്കാരിന്റെ പങ്കാളിത്തം കുറച്ചിട്ട് സ്വകാര്യ മേഖലയ്ക്ക് എന്ത് ചെയ്യുക, കൂടുതൽ പ്രാധാന്യം നൽകുക. അതിൽ തന്നെ വാക്കുണ്ട് സ്വകാര്യവൽക്കരണം. പൊതുമേഖലയുടെ പങ്കാളിത്തം കുറയ്ക്കുക, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുക. അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ട് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളെല്ലാം വിറ്റഴിച്ചുകൊണ്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കി. ഇപ്പൊ നമ്മൾ ഇന്ന് പല ഗവൺമെന്റുകളും ചെയ്യുന്നില്ലേ, ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട്. അതേപോലെ മുൻപ് സർക്കാർ കമ്പനികൾക്കായി മാത്രം മാറ്റിവെച്ചിരുന്ന പല മേഖലകളും സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു. അതേപോലെ തന്നെ ആഗോളവൽക്കരണം പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന നയം. നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യുക, നമ്മുടെ ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന നയമാണ് ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവകൾ ഗണ്യമായി കുറച്ചു. മനസ്സിലായോ? വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവകൾ ഗണ്യമായി കുറച്ചു. അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്നത് എളുപ്പമാക്കുകയും വിദേശ വ്യാപാരത്തിനുള്ള തടസ്സങ്ങൾ നീക്കുകയും ചെയ്തു. അതായത് ഇപ്പൊ വിദേശ രാജ്യത്ത് നിന്ന് ഒരു സാധനം ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ഒരുപാട് ടാക്സ് കൊടുക്കേണ്ടി വരും. ആ ടാക്സിലൊക്കെ പരിമിതി കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും, ഒരുപാട് സാധനങ്ങൾ ഇവിടേക്ക് ഇറങ്ങും അല്ലേ? അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അതൊക്കെ എളുപ്പമാക്കി വിദേശ വ്യാപാരത്തിനുള്ള തടസ്സങ്ങളൊക്കെ അവിടെ നീക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, പുത്തൻ സാമ്പത്തിക നയം ഉദാരവൽക്കരണത്തിലൂടെയും സ്വകാര്യവൽക്കരണത്തിലൂടെയും ആഗോളവൽക്കരണത്തിലൂടെയും എന്ത് ചെയ്തു, PV നരസിംഹറാവു ഗവൺമെന്റ് 1991 അന്നത്തെ ധനമന്ത്രിയും കൂടിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, ഇത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇറക്കുമതി ബദൽ വ്യാപാരം എന്ന് പറയുന്നത് 91 മുമ്പാണ്. എന്നാൽ 91 ശേഷമുള്ളത് വിദേശ വ്യാപാരത്തെയും കയറ്റുമതിയെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. 1991 പുത്തൻ സാമ്പത്തിക നയത്തിൽ അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസിയിലെ പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസിയിലെ സ്വകാര്യവൽക്കരണം എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്ന് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടണം ആൻസർ. ഈ മൂന്ന് ഓപ്ഷൻ വായിക്കുമ്പോൾ ആൻസർ കിട്ടിയിരിക്കണം. കാരണം സ്വകാര്യവൽക്കരണം പുത്തൻ സാമ്പത്തിക നയം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു തന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകി. ശരിയാണോ തെറ്റാണോ? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്ന് ഗവൺമെന്റ് പിൻവാങ്ങുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ആൻസർ ഈസ് എ ആണ്. പൊതുമേഖലാ സ്ഥാപനം നമ്മൾ പറഞ്ഞു, സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞു അല്ലെ, പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു. എന്താണ് സ്വകാര്യവൽക്കരണം? പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പറയുമ്പോൾ എന്തായിരിക്കും, അത് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ്. ഏത് പറയുന്നത്, ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? റെയിൽവേ ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, റെയിൽവേ ഒക്കെ അദാനിക്ക് വിറ്റു, അംബാനിക്ക് വിറ്റു. ഇതേപോലെ പാലക്കാട് കഞ്ചിക്കോടുള്ള റെയിൽ
അവിടെ എന്താണ് അതിന് നടപ്പിലാക്കുന്നില്ല, അത് പ്രൈവറ്റ് കമ്പനിക്ക് വിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ ആ ഉടമസ്ഥാവകാശവും അത് തുടർന്ന് കൊണ്ടുപോകാൻ അതിന്റെ നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക. അത് ആർക്ക് കൊടുക്കുക? സ്വകാര്യവൽക്കരിക്കുക. അതാണ് 91 പുത്തൻ സാമ്പത്തിക നയത്തിൽ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ലക്ഷ്യം. അത് നല്ലതാണോ അല്ലയോ അത് എനിക്കറിയില്ല കേട്ടോ. അപ്പോ അത് ഒന്ന് ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ഓപ്ഷനില്. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളാണ്. ശ്രദ്ധിക്കണം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. രണ്ട് പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. എന്നാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകി. അത് തെറ്റല്ലേ? 1991 പുത്തൻ സാമ്പത്തിക നയത്തിന് ശേഷമാണ് സ്വകാര്യവൽക്കരണത്തിന് പ്രാധാന്യം നൽകിയത്. 1991 മുമ്പ് മുഴുവൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ മാത്രമാണ് പൊതുമേഖലാ നയത്തിനാണ് പ്രാധാന്യം നൽകിയത്. പൊതുമേഖല ഗവൺമെന്റിന്റെ നയം എന്താണോ അതാണ് പ്രാധാന്യം, അല്ലാണ്ട് സ്വകാര്യ മേഖലയ്ക്ക് അവിടെ ഒന്നും പ്രാധാന്യമില്ല. 1991 ശേഷം മാത്രമാണ് സ്വകാര്യവൽക്കരണത്തിന് പ്രാധാന്യം. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ, അവിടെ ശ്രദ്ധിച്ചോ, ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ കൃഷി, ഈ 3 സെന്റൻസ് ശ്രദ്ധിക്കണേ, കൃഷി, ജലസേചനം, പൊതുമേഖല, കൃഷി, ജലസേചനം, പൊതുമേഖല എന്നിവയ്ക്കാണ് ഇന്ത്യ പ്രാധാന്യം നൽകിയത്. 1951-56 കാലത്ത് എന്ത് സ്വകാര്യവൽക്കരണം അല്ലേ? ഇന്ത്യ മെല്ലെ സ്വാതന്ത്ര്യം നേടിയിട്ട് കാല് കുത്തിയിട്ടുള്ളൂ അല്ലെ? കൃഷി, ജലസേചനം, പൊതുമേഖല എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിന് പ്രാധാന്യം നൽകിയത് 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളായ LPG റിഫോംസിലൂടെയാണ്. നമ്മളിപ്പോ LPG എന്താന്നുള്ളത് നമ്മൾ ഇപ്പൊ പഠിച്ചു തീർന്നു അല്ലേ? ഇനി അതേപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൽ നിന്നും ഭരണനിർവഹണ ചുമതലകളിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുന്നത് സ്വകാര്യവൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് അല്ലെ? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, ഭരണ ചുമതല, നിർവഹണ ചുമതലയൊക്കെ ഗവൺമെന്റ് പിൻവാങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്വകാര്യവൽക്കരിക്കുക. അതേപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായിട്ട് വിറ്റഴിക്കുക എന്ന് പറഞ്ഞു അല്ലെ? ഈ ഓഹരികള് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേടാ, ഈ ഓഹരികളില്ലേ, ഈ ഓഹരികൾ ഭാഗികമായിട്ട് വിൽക്കുന്നതിനെ ഓഹരി വിറ്റഴിക്കലിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എന്താ പറയുന്നത്? ഓഹരി ഭാഗികമായിട്ട് വിറ്റഴിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും കേട്ടോ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ശ്രദ്ധിക്കണേ കേട്ടോ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നത് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോജിക്കാത്ത പ്രസ്താവന ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ നമുക്ക് വായിച്ചാലോ. 1955 കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു. ശരിയായ പ്രസ്താവനയാണ്. 1955 കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ, ഓരോ വാക്കിനെ അണ്ടർലൈൻ ചെയ്ത് ഇമ്പോർട്ടന്റ് ആണ്, ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു. 1950 പരമാവധി 5 ലക്ഷം രൂപയുടെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായിട്ട് പരിഗണിക്കുന്നത്. ശരിയാണ്. ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയല്ല, അത് തെറ്റായ പ്രസ്താവനയാണ്. ചെറുകിട വ്യവസായങ്ങൾ ഗ്രാമങ്ങളിലാണ് തുടങ്ങുന്നത്, അതും സാധാരണ ജനങ്ങളാണ്. അവർക്ക് ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കുള്ള ബാങ്ക് വായ്പയും കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെറുകിട വ്യവസായം തുടങ്ങുമോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവർ ഇവിടെ എന്ത് ചെയ്യും? ചെറുകിട സംരംഭങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് ഇവിടെ എന്ത് ചെയ്യണം? കുറഞ്ഞ പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും കുറഞ്ഞ എക്സൈസ് തീരുവയും അല്ലെ, കുറഞ്ഞ നികുതി ഇളവുകളും എന്ത് ചെയ്യണം? ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകണം. അപ്പൊ 1ഉം 2ഉം 3ഉമാണ് എന്ത് ചെയ്യുന്നത്? ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. 1955 വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1955 ഇന്ത്യയിലെ ഗ്രാമ ചെറുകിട വ്യവസായങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ആസൂത്രണ കമ്മീഷൻ
ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ച ഒരു പ്രധാനപ്പെട്ട സമിതിയാണ് പ്രൊഫസർ ആയിട്ടുള്ള DG കാർവെയുടെ അധ്യക്ഷതയിലാണ് ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? DG കാർവെയുടെ അധ്യക്ഷതയിൽ 1955 ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിലെ ഗ്രാമ ചെറുകിട വ്യവസായങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു സമിതിയാണ് ഏത് പറയുന്നത്? കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത്. കാർവേ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഗ്രാമവികസനം. ഗ്രാമവികസനം, ഈ ഗ്രാമവികസനം പറയുമ്പോൾ എന്തായിരിക്കും? ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക പുരോഗതി ഉറപ്പാക്കുക. രണ്ടാമത്തേത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. തൊഴിലവസരം സൃഷ്ടിക്കുക. അതെങ്ങനെയായിരിക്കും? ചെറുകിട വ്യവസായങ്ങൾക്ക് എന്താണ്? ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ തൊഴിലധിഷ്ഠിതമാണ് അല്ലെ? അതുകൊണ്ട് ഗ്രാമീണ ജനതയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൂടുതൽ തൊഴിൽ കിട്ടും. അടുത്തത് പ്രാദേശിക വിഭവങ്ങളുടെ ഉപയോഗം. പ്രാദേശിക വിഭവങ്ങളുടെ ഉപയോഗം മൂന്നാമത്തെ ലക്ഷ്യമാണ്. എന്താ പ്രാദേശിക വിഭവങ്ങളുടെ ഉപയോഗം? ഗ്രാമങ്ങളിലെ അസംസ്കൃത വസ്തുക്കളും അതുപോലെ തന്നെ പരമ്പരാഗത നൈപുണ്യങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരു ചെറുകിട വ്യവസായം ഒരു ഗ്രാമത്തിൽ തുടങ്ങുമ്പോൾ അവിടെയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ അത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് മറ്റൊരു ഭാഗത്ത് നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടോ മറ്റു ഉപയോഗത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടോ അല്ല, നമ്മുടെ ഗ്രാമങ്ങളിലെ എന്താണോ അസംസ്കൃത വസ്തുക്കളുള്ളത്, പരമ്പരാഗതമായിട്ടുള്ള നൈപുണ്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പരമാവധി പ്രയോജിപ്പിച്ചു പ്രാദേശിക വിഭവങ്ങളുടെ ഉപയോഗത്തിനെ ശക്തിപ്പെടുത്തുക. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം കാർവേ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? വൻകിട വ്യവസായങ്ങളിൽ നിന്നുള്ള മത്സരം ഒഴിവാക്കാൻ ചില പ്രത്യേക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രമായിട്ട് മാറ്റിവെക്കുക. അപ്പൊ എല്ലാ ഉൽപാദനങ്ങളും വലിയ വ്യവസായങ്ങൾ ചെയ്യരുത്. വൻകിട വ്യവസായങ്ങള് ഇപ്പോ എന്താ ഞാൻ പറയാ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ വൻകിട വ്യവസായങ്ങളും ഉണ്ട്, ചെറുകിട വ്യവസായക്കാരും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? വൻകിട വ്യവസായക്കാരും കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നു, ചെറുകിട വ്യവസായക്കാരും കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നു. ഇവർക്ക് എന്തും ചെയ്യാൻ കഴിയും. കാരണം അവരുടെ കയ്യിൽ അത്രയും അസറ്റ് ഉണ്ടാവും അല്ലേ? അത് മൂലധനമാണെങ്കിലും അതേപോലെ തന്നെ മെഷീൻസ് ആണെങ്കിലും ഒക്കെ ശക്തമായിരിക്കും. പക്ഷെ ചെറുകിട വ്യവസായക്കാർക്ക് അത് ഉണ്ടാകുമോ? അത് ഉണ്ടാകില്ല. ചിലപ്പോൾ അവരുടെ കൈ കൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഏതെങ്കിലും കുറെ മേഖലകൾ എന്ത് ചെയ്യുക? ചെറുകിട വ്യവസായക്കാർക്ക് മാത്രം കൊടുക്കുക. അത് വൻകിട വ്യവസായക്കാർ അത് ചെയ്യരുത്. എന്നാലും ചെറുകിട വ്യവസായങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുന്നിലോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ അല്ലെ? അതേപോലെ തന്നെ ചെറുകിട സംരംഭങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് ബാങ്ക് വായ്പ കൊടുക്കുക, നികുതി ഇളവുകൾ നൽകി ഗവൺമെന്റ് സംരക്ഷിക്കണം. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ പലായനം തടയുക. ഒരിക്കലും ഗ്രാമത്തിൽ നിന്നുള്ള ജനങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല? നഗരത്തിലേക്ക് പോയി തിങ്ങിപ്പാർക്കുന്നതിന് തടയുക. ഓക്കെ, അതൊക്കെ എന്തായിരുന്നു? നിർദ്ദേശങ്ങളായിരുന്നു. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ, അതായത് 1956 മുതൽ 1961 രൂപീകരണത്തിലാണ് എന്ത് ചെയ്തത്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപീകരണത്തിലും അതേപോലെ തന്നെ 56 നമുക്കറിയാം 1956 രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏതിനെ പ്രാധാന്യം കൊടുത്തത്? വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തതാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? വളരെയധികം ഈ ചെറുകിട വ്യവസായം 1955 കാർവേ കമ്മിറ്റിയുടെ ഈ ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെയധികം പ്രാധാന്യം രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നേടാനായിട്ടുണ്ട്. താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്? ആർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ 2024 നോബൽ? സൈമൺ ജോൺസൺ ആണ് കേട്ടോ. സൈമൺ ജോൺസൺ ആണ് കേട്ടോ. താഴെ പറഞ്ഞതിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ? സാമ്പത്തിക ശാസ്ത്രമാണ്, ഇക്കണോമിക്സ് ആണ്. സൈമൺ ജോൺസൺ ആണ് കേട്ടോ. സൈമൺ ജോൺസൺ. അതായത് നിർമ്മിത ബുദ്ധി, AI ഉണ്ടല്ലോ, പ്രധാനമായിട്ടും AI ജീവശാസ്ത്ര മേഖലകളിലെ വലിയ മുന്നേറ്റങ്ങളാണ് ഇത്തവണത്തെ പുരസ്കാരങ്ങളിൽ എന്ത് ചെയ്തത്? നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇപ്പൊ ഒരു കുത്തകയാണ് അല്ലെ? ആരൊക്കെയാണ്? സൈമൺ ജോൺസൺ കേട്ടോ. സൈമൺ ജോൺസൺ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ. അതില് സൈമൺ ജോൺസൺ മാത്രമല്ല, ഇപ്പൊ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോരുത്തരും ഓരോരോ പുരസ്കാരങ്ങൾ നേടിയവരാണ്. അതില് സൈമൺ ജോൺസൺ വരും. പിന്നെ ആരാ വരുന്നത്? ദാരോൺ അസെമോഗ്ലു. ആരാണ്? ദാരൻ അസെമോഗ്ലു
3 പേർക്കാണ് നേടിയത് കേട്ടോ. അസൈമോഗ്ലു, അതേപോലെ ജെയിംസ് എ റോബിൻസൺ, 2024 സാമ്പത്തിക ശാസ്ത്രത്തില് ജോൺസൺ, റോബിൻസൺ, അസൈമോഗ്ലു, ഇവർക്ക് 3 പേർക്കാണ് പുരസ്കാരം കിട്ടിയത്. സമൂഹത്തിലെ വിവിധ സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും അവ രാജ്യങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നുമുള്ള പഠനത്തിനാണ് ഇവർക്ക് 3 പേർക്കും സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്. എന്താണ്? ദാരൻ അസൈമോഗ്ലു, ജോൺസൺ, റോബിൻസൺ, അസൈമോഗ്ലു എന്നിവർക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ പുരസ്കാരം കിട്ടാനുണ്ടായ കാരണം സമൂഹത്തിലെ വിവിധ സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും അവ രാജ്യങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നുമുള്ള പഠനങ്ങൾക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്. എങ്കിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? 2024 സാഹിത്യ ലിറ്ററേച്ചറില് ഹാൻകാങ് ആണ് അല്ലെ. ഹാൻകാങ് അതായത് ദക്ഷിണ കൊറിയ ആണ് കേട്ടോ. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻകാങ് എന്ന് പറയുന്നത്. ചരിത്രപരമായ ആഘാതങ്ങളെയും മനുഷ്യ ജീവന്റെ ദുർബലതകളെയും തുറന്നു കാട്ടിയ തീവ്രമായ കാവ്യാത്മക രചനകൾക്ക്, ഗദ്യരചനകൾക്ക് നോബൽ സമ്മാനം നേടുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻകാങ് എന്ന് പറയുന്നത്. സാഹിത്യത്തിനാണ് അവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഏത് സംഘടനയാണ്? നിഹോൺ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ്. നിഹോൺ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ്. ഇതൊരു ജാപ്പനീസ് സംഘടനയാണ്. ജാപ്പനീസ് സംഘടനയ്ക്കാണ് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഹിരോഷിമ നാഗസാക്കി ആണവ ആക്രമണത്തെ അതിജീവിച്ചവരുടെ നമുക്കറിയാം ഹിബാകുഷി എന്ന് പറയും അല്ലേ, ആ സാക്ഷ്യപ്പെടുത്തലുകൾ ലോകത്തിന് മുന്നിൽ എത്തിച്ചതിനുമാണ് സമാധാനത്തിനുള്ള നിഹോൺ ഹിഡാൻകോ എന്ന ജാപ്പനീസ് സംഘടനയ്ക്ക് ലഭിച്ചത്. അപ്പൊ സാഹിത്യം പഠിച്ചു, സമാധാനം പഠിച്ചു, സാമ്പത്തിക ശാസ്ത്രം പഠിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ജോൺസൺ, അസൈമോഗ്ലു, റോബിൻസണും, സാഹിത്യത്തിൽ ഹാൻകാങ് എന്ന ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിക്കും സമാധാനത്തിന് നിഹോൺ ഹിഡാൻകോ എന്ന ജാപ്പനീസ് സംഘടനയ്ക്കുമാണ് 2024 നോബൽ സമ്മാനം ലഭിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 16 പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്. അതായത് എന്താണെന്നറിയോ പറഞ്ഞാൽ, നമ്മുടെ ഭരണകൂടത്തിന് കീഴിലുള്ള ഉദ്യോഗങ്ങളില് മതിയായ പ്രാതിനിധ്യമില്ലാത്ത ഏതൊരു പിന്നോക്ക വിഭാഗത്തിനും അനുകൂലമായിട്ട് നിയമനങ്ങളിലോ തസ്തികകളിലോ സംവരണം ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്? സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് EWS സംവരണം കേട്ടിട്ടില്ലേ? EWS സംവരണം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഉദ്യോഗങ്ങളിൽ സംവരണം നൽകുന്നതാണ് ഏതെന്ന് പറയുന്നത്? 16 എന്ന് പറയുന്നത്. എത്ര ശതമാനം സംവരണം? 10% സംവരണം. മനസ്സിലാകുന്നുണ്ടോ? അതേപോലെ ഇത് എപ്പോഴാ കൊണ്ടുവന്നത്? 2019 കേട്ടോ. 2019 103ാമത്തെ ഭേദഗതി പ്രകാരമാണ് EWS സംവരണം 10% ആർട്ടിക്കിൾ 16 സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം. 16 2019 103ാം ഭേദഗതി. ആർട്ടിക്കിൾ 15 1 എന്താണ്? മതം, പിന്നെ വംശം, ജാതി, ലിംഗം എന്നിവയുടെ പേരിൽ, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും ഒരു വിവേചനവും കാണിക്കാൻ പാടില്ല എന്ന് 15 1 പറയുന്നു. ഇതൊക്കെ നടപ്പിലാകുന്നുണ്ടോ? ഇല്ല അല്ലേ? മതത്തിന്റെ പേരിലില്ലേ, ജാതിയുടെ പേരിലില്ലേ, നിറത്തിന്റെ പേരിൽ പറയുന്നില്ലേ, ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസത്തിൽ പറയുന്നില്ലേ? എന്തൊക്കെ വിവേചനം ഇന്നും ഉണ്ട്. പക്ഷെ അത് വിവേചനം പാടില്ല എന്നാണ് 15 1 പറയുന്നത്.
പൊതുവായ അല്ലെ, ഇത് പൗരന്മാർക്ക് പൊതുസമൂഹത്തിൽ തുല്യത ഉറപ്പാക്കുന്ന അടിസ്ഥാന അവകാശമാണ്. പൊതുസമൂഹത്തിൽ തുല്യത ഉറപ്പാക്കുന്ന അടിസ്ഥാന അവകാശമാണ് 15-ൽ 1 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 17 ഏതാണ്? അയിത്തോച്ചാടനം അല്ലെ. ഇന്ത്യയില് തൊട്ടുകൂടായ്മ പൂർണ്ണമായും നിർത്തലാക്കുകയും അത് ഏതെങ്കിലും രൂപത്തിൽ പ്രാവർത്തികമാക്കുന്നത് നിയമപ്രകാരമായ ശിക്ഷാർഹമായ കുറ്റമാക്കുകയും ചെയ്യുന്നത് ആർട്ടിക്കിൾ 17 ആണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയതാണ് ഏത്? ആർട്ടിക്കിൾ 17. അയിത്തോച്ചാടനം. അയിത്തോച്ചാടനം ഏതാണ്? ആർട്ടിക്കിൾ 17. അതുപോലെ തൊട്ടുകൂടായ്മ, മനുഷ്യന്റെ അന്തസ്സും തുല്യതയും ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ശക്തമായ വകുപ്പുകളിൽ ഒന്നാണ് ഏത്? ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏതാണ്? തെറ്റായത് 3 എന്ന ഓപ്ഷൻ ആണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. സെർഷ്യോററി എന്ന് പറഞ്ഞാൽ എന്താണ്? സെർഷ്യോററി എന്ന് പറയുന്നത്? ഇവിടെ സെർഷ്യോററി തെറ്റാണ്. ഇവിടെ നോക്കിക്കേ, ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ, ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ അത് തടയാൻ ഉപയോഗിക്കുന്ന റിട്ട് എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ആണ്. ഏതാണ്? പ്രൊഹിബിഷൻ. ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കീഴ്ക്കോടതി അവരുടെ അധികാര പരിധിക്കുള്ള കേസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ മേലുള്ള വലിയ കോടതികൾക്കെതിരെയുള്ള അധികാര പരിധിയുള്ള കേസൊന്നും ആരെടുക്കാൻ പാടില്ല? കീഴ്ക്കോടതി എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു കീഴ്ക്കോടതി അധികാര പരിധിക്ക് അപ്പുറം ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ തടയാനുള്ള റിട്ടാണ് എന്ത് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. എന്നാൽ സെർഷ്യോററി പറഞ്ഞാൽ എന്താ? സെർഷ്യോററി കീഴ്ക്കോടതികളുടെ വിധികൾ എന്താണ്? റദ്ദാക്കാനോ അല്ലെങ്കിൽ ഉയർന്ന കോടതികളിലേക്ക് മാറ്റാനോ ആണ് പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് ഇല്ലേ? കീഴ്ക്കോടതിയിൽ നിന്നും എന്ത് ചെയ്യാണ്? മേൽക്കോടതിയിലേക്ക് കേസുകൾ മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? സെർഷ്യോററി എന്ന് പറയുന്നത്. കീഴ്ക്കോടതികളുടെ വിധികള് ഉയർന്ന കോടതികളിലേക്ക് മാറ്റാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. ഇനി മാൻഡമസ് എന്താ? ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കടമ നിർവഹിക്കാതിരിക്കുമ്പോൾ അത് ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. നിങ്ങൾ നാളെ ഒരു ഉദ്യോഗസ്ഥരായി തീരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ആയി തീരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി ഡ്യൂട്ടി ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഇനി കോവാറന്റ് എന്താ? ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നിയമവിരുദ്ധമായോ ഭരണഘടനാ വിരുദ്ധമായോ ഒരു വ്യക്തി പൊതുപദവി കൈയാളുന്നത് തടയാൻ പുറപ്പെടുവിക്കുന്നതാണ് അത് ശരിയായ പ്രസ്താവനയാണ് അല്ലെ? കോ വാറന്റോ എന്ന് പറയുന്നത്. പഠിച്ചല്ലോ. അടുത്ത ഹേബിയസ് കോർപ്പസ് എന്താണ്? ഒരു വ്യക്തിയെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. അനധികൃത തടങ്കലിനെതിരെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയും സുപ്രീം കോടതിക്ക് മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളത്. ഹൈക്കോടതി ആർട്ടിക്കിൾ 226 പ്രകാരവും സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരവുമാണ് എന്ത് ചെയ്യുന്നത്? റിട്ട് പുറപ്പെടുവിക്കുന്നത്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈക്കോടതിനാണ്. അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. എപ്പോഴാണ് അദ്ദേഹം അവതരിപ്പിച്ചത്? 1946 ഡിസംബർ മാസം 13-ാം തീയതിയാണ് അദ്ദേഹം ഭരണഘടനാ അസംബ്ലിയിൽ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറുന്നത്? ആമുഖം, ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നു അല്ലെ? ആയി മാറിയത് ലക്ഷ്യപ്രമേയമാണ്. ഭരണഘടനാ അസംബ്ലി ഈ പ്രമേയത്തെ ഐക്യകണ്ഠേന അംഗീകരിച്ചത് 1947 ജനുവരി മാസം 22-നാണ്. അപ്പൊ ഭരണഘടനാ അസംബ്ലിയിൽ നെഹ്റു 46 ഡിസംബർ 13-ന് അവതരിപ്പിച്ചു. 47 ജനുവരി 22-ന് ഭരണഘടനാ അസംബ്ലി അത് അംഗീകരിച്ചു. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയം പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറി. ഈ ലക്ഷ്യപ്രമേയം എന്താണ്?
എന്താണ് ഈ ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തില് അടിസ്ഥാന തത്വങ്ങളും മാർഗരേഖകളും നിശ്ചയിച്ച ചരിത്രപ്രധാനമായ ഒരു രേഖയാണ് ഇത് ലക്ഷ്യപ്രമേയം. അടിസ്ഥാന തത്വങ്ങളും മാർഗരേഖകളും നിശ്ചയിച്ച ചരിത്രപ്രധാനമായിട്ടുള്ള രേഖയാണ് ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ എങ്ങനെയുള്ള ഒരു രാജ്യമായിരിക്കണം എന്നതിന്റെ കൃത്യമായ ഒരു ദർശനം ആര് നൽകുന്നുണ്ട്? ജവഹർലാൽ നെഹ്റു ഈ ലക്ഷ്യപ്രമേയത്തിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം ഈ ലക്ഷ്യപ്രമേയത്തിലൂടെ പറഞ്ഞതാണ് ഒന്ന് പരമാധികാര റിപ്പബ്ലിക്. ലക്ഷ്യപ്രമേയത്തിൽ എന്താണ്? ഒന്ന് പരമാധികാര റിപ്പബ്ലിക്. പരമാധികാര റിപ്പബ്ലിക്. എന്താണ് പരമാധികാര റിപ്പബ്ലിക്? ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് രാജ്യമായിട്ട് പ്രഖ്യാപിക്കുക. 2 ജനങ്ങളുടെ അധികാരം. ചോദ്യങ്ങൾ വരും ട്ടോ. ജനങ്ങളുടെ അധികാരം എന്താണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭരണഘടനയുടെയും ഗവൺമെന്റിന്റെയും എല്ലാ അധികാരങ്ങളുടെയും ഉറവിടം രാജ്യത്തെ ജനങ്ങളായിരിക്കണം എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അടുത്തത് ലക്ഷ്യപ്രമേയത്തിൽ എന്താ പറഞ്ഞത്? നീതിയും സമത്വവും. നീതി ആൻഡ് സമത്വം. നീതി എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവിയും അതേപോലെ തന്നെ പദവിയിലും അവസരങ്ങളിലും എന്ത് ചെയ്യുക? സമത്വവും ഉറപ്പാക്കുക. സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായിട്ടും നീതി ഉറപ്പാക്കുമ്പോൾ അവസരങ്ങളിലും പദവിയിലും സമത്വം ഉറപ്പാക്കുക. അതേപോലെ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ. അടിസ്ഥാന സ്വാതന്ത്ര്യം. 4 അടിസ്ഥാന സ്വാതന്ത്ര്യം. നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി ചിന്തിക്കാനും പ്രകടിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനും തൊഴിൽ ചെയ്യാനും സംഘടിക്കാനും എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യങ്ങളാണ് അടിസ്ഥാന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. 5 പിന്നോക്ക വിഭാഗങ്ങളുടെ സംരക്ഷണം. ഇതൊക്കെ ലക്ഷ്യപ്രമേയത്തിൽ ഉള്ളതാണ് കേട്ടോ. പിന്നോക്ക വിഭാഗ സംരക്ഷണം. ന്യൂനപക്ഷങ്ങള്, പിന്നോക്ക ഗോത്രവർഗ മേഖലകള്, മറ്റു ദുർബല വിഭാഗങ്ങൾ എന്നിവർക്ക് ആവശ്യമായ സുരക്ഷാ വ്യവസ്ഥകൾ കൊടുക്കുക. അടുത്തത് അന്താരാഷ്ട്ര സമാധാനം. അന്താരാഷ്ട്ര സമാധാനം. അന്താരാഷ്ട്ര സമാധാനത്തിൽ എന്താ? ലോക സമാധാനവും മനുഷ്യരാശിയുടെ ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇന്ത്യ മുന്നിൽ നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത്. ഇതൊക്കെ ഇതിലുമായിട്ടാണ്? ലക്ഷ്യപ്രമേയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ദ്വിമണ്ഡല നിയമസഭ എന്ന് പറയുമ്പോൾ ബൈകാമറൽ ലെജിസ്ലേച്ചർ ആണ്. എന്താണ്? ബൈകാമറൽ ലെജിസ്ലേച്ചർ ഉള്ള സംസ്ഥാനം. അതായത് ദ്വിമണ്ഡലം പറയുമ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ടാകും. ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ടാകും. അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടാകും. അപ്പൊ ഇതാണ് ദ്വിമണ്ഡലം. 2 നിയമസഭകൾ ഉള്ളത്. ഏതൊക്കെയാണ്? ആൻസർ ഇവിടെ ഏതാണ് വരിക? നോക്കിക്കേ. ഇവിടെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. തമിഴ്നാടിന് എന്തില്ല? ദ്വിമണ്ഡല നിയമസഭ ഇല്ല. അപ്പൊ ആൻസർ തെറ്റ്. ഗുജറാത്ത്, ബീഹാർ. ഗുജറാത്തിനുണ്ടോ? ഇല്ല. അപ്പൊ ഇതും തെറ്റ്. മഹാരാഷ്ട്ര, ഡൽഹിക്ക് ഇല്ല. ഉത്തർപ്രദേശ്, തെലങ്കാന ഉണ്ട്. അപ്പോ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ളത് 6 സ്റ്റേറ്റ്സിനാണ്. 6 സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല നിയമസഭ ഉള്ളത്. അപ്പോ പഠിച്ചു വെച്ചോ. ഒന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ്, പിന്നെ കർണാടക, തെലങ്കാന. അത് 3 ഒരുമിച്ച് പഠിച്ചോട്ടാ. ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന. ഇനി വലിയ വലിയ സംസ്ഥാനങ്ങളാണ് അല്ലെ? മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും പിന്നെ കൂടെ ബീഹാറും പഠിച്ചു വെക്കുക കേട്ടോ. 6 ആയില്ലേ? 6 സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകള് ഉള്ളത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ PK തുങ്കൻ കമ്മിറ്റിയാണ്. 1988 PK തുങ്കൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് കമ്മിറ്റി ശക്തമായിട്ട് ശുപാർശ ചെയ്യുകയും
73, 74 ഭേദഗതികളിലൂടെ അങ്ങനെ പഞ്ചായത്തി രാജ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്തു? ഭരണഘടനാ പദവി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഭരണഘടനാ പദവി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു അല്ലെ. ഏതാണ് ഭേദഗതി? 73, 74 ഭേദഗതികളിലൂടെയാണ്. പി കെ തുങ്കൻ കമ്മിറ്റിയാണ് ഇതിന് നിർദ്ദേശം വെച്ചത്. അശോക് മേത്ത കമ്മിറ്റി 1977 കേട്ടോ. 1977 അശോക് മേത്ത കമ്മിറ്റി രൂപീകൃതമാകുന്നത്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. പിന്നെ ഇവിടെ പഠിക്കേണ്ടത് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏത് എന്ന്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഇതിൽ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വരും, പി കെ തുങ്കൻ കമ്മിറ്റി വരും, അശോക് മേത്ത കമ്മിറ്റിയും വരും കേട്ടോ. 3 കമ്മിറ്റികളും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഇത് ബൽവന്ത് റായ് മേത്ത കേട്ടോ. പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഈ ബൽവന്ത് റായ് മേത്തയാണ് 3 തരം, അതായത് ഇപ്പൊ നമ്മൾ പറയാറില്ലേ പഞ്ചായത്ത് നമ്മൾ പറയാറുണ്ട്, അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയാറുണ്ട്, ജില്ലാ പഞ്ചായത്ത് എന്ന് നമ്മളിപ്പോ പറയാറുണ്ട് അല്ലെ. ഈ 3ലേക്കും എത്തിച്ചത് ആര് തന്നെയാണ്? ബൽവന്ത് റായ് മേത്തയാണ്. എന്നാൽ അശോക് മേത്ത കമ്മിറ്റി എന്ന് പറഞ്ഞത് 2 എണ്ണം മതി അല്ലെ. 2 എണ്ണം മതി. അതാണ് ജില്ലയും അതേപോലെ തന്നെ ബ്ലോക്കും അല്ലെ. അങ്ങനെയല്ലേ പറഞ്ഞത്? 2 കമ്മിറ്റികളാണ്, 2 എണ്ണമാണ് ഇവിടെ ആര് പറഞ്ഞത്? അശോക് മേത്ത എന്ന് പറഞ്ഞത്. എന്നാൽ 3 തലം പറഞ്ഞത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ്. 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശ പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്? 6 അവകാശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആദ്യം 7 അവകാശങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം 7 അവകാശം ഉണ്ടായിരുന്നു. നമുക്കറിയാം 1978 44ാമത്തെ ഭേദഗതിയിലൂടെ സ്വത്തവകാശം എടുത്തു കളഞ്ഞു അല്ലെ. എന്ത് ചെയ്തു? അതൊരു നിയമാവകാശമാക്കിയിട്ട് മാറ്റി. അതുകൊണ്ട് 7 എന്നുള്ളത് എന്തായി? 6 മൗലിക സ്വതന്ത്ര അവകാശമായിട്ട് മാറി. അതിൽ ഒന്നാമത്തെ 19 ഏതാണ്? 19(1) A ഉണ്ട്, 19(1) B ഉണ്ട്, 19(1) C ഉണ്ട്, 19(1) D ഉണ്ട്, 19(1) E ഉണ്ട്, 19(1) F ആണ് ഉണ്ടായിരുന്നത്. F ഉണ്ടായിരുന്നു ആദ്യം. 7 സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ 19(1) E ABCDEF അല്ലേ, F ഉണ്ടായിരുന്നു. F പിന്നെ നിയമാവകാശമാക്കി മാറ്റിയല്ലോ. സ്വത്തവകാശത്തിനെ എന്ത് ചെയ്തു? മൗലികാവകാശത്തിൽ നിന്ന് എടുത്തു മാറ്റിയില്ലേ. അതൊരു നിയമാവകാശമാക്കി മാറ്റിയില്ലേ. അപ്പൊ അതുകൊണ്ട് F എന്ത് ചെയ്തു? പിന്നീട് എടുത്തു കളഞ്ഞു. F പോയിട്ട് പിന്നീട് 19(1) G കേട്ടോ. F ഇല്ല. അപ്പൊ F എവിടെ പോയി എന്ന് ചോദിച്ചാൽ 1978 44ാമത്തെ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ നിന്ന് അല്ലെ സ്വത്തവകാശം എടുത്തു മാറ്റി അതൊരു നിയമാവകാശമാക്കി മാറ്റി. അപ്പൊ ഇവിടെ നിന്ന് F അങ്ങോട്ട് പോയി. ഓക്കെ. അപ്പൊ 19(1) A എന്താ പറയുന്നത്? 19(1) 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. 19(1) A എന്താ പറയുന്നത്? സംസാരിക്കാനും സംസാരം, അതുപോലെ അഭിപ്രായ പ്രകടനം. സംസാരിക്കാനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ് 19(1) എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തമായ ആശയങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾക്ക് ഭയമില്ലാതെ പ്രകടിപ്പിക്കണം അല്ലേ. എന്താണ് അത്? പ്രകടിപ്പിക്കാൻ കഴിയണം. നമ്മൾ പറയല്ലേ, നോ പറയേണ്ടടുത്ത് നോ പറയണം. ഓക്കെ, അത് നമുക്ക് പറയാൻ കഴിയണം. ഒരിക്കലും കേട്ടോ. അപ്പൊ പലവർക്കും ഉണ്ടാകുന്ന ഒരു വീക്ക്നെസ് ആണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോട്ടെ എന്ന് പറയും. പക്ഷെ അതെന്താകും? നമ്മളെ വീണ്ടും 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 അത് മുതലെടുക്കാനായിട്ട് ശ്രമിക്കും അല്ലേ. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, സംസാരത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സ്വന്തം ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ ഭയമില്ലാതെ പ്രകടിപ്പിക്കണം. അപ്പൊ ഒന്നും കൂടി ചേർത്ത് പഠിച്ചിടാ. പത്രസ്വാതന്ത്ര്യം പ്രീവിയസ് ചോദ്യമാണ്. പത്രസ്വാതന്ത്ര്യം ഏതിലാ വരുന്നത്? 19(1) A പത്രസ്വാതന്ത്ര്യം വരുന്നത് കേട്ടോ. ഇനി 19(1) B എന്താ വരുന്നത്? സമാധാനപരമായിട്ട് ഒത്തുചേരുക. അപ്പൊ നമ്മളൊരു കൂട്ടുകാരൊക്കെ കൂടിയിട്ടേ എന്ത് ചെയ്യും? നമ്മൾ പറയില്ലേ, നമുക്ക് ഇന്നവിടെ കൂടാട്ടാ, നിങ്ങൾ വാ, നിങ്ങൾ വാട്ടോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സമാധാനപരമായിട്ട് ഒത്തുചേരും. സമാധാനപരമായിട്ട് ഒത്തുചേർന്നാൽ മതി. വാളും
കത്തിയും മടകളൊന്നും എടുത്തിട്ട് പോകരുത് അല്ലേ? എന്താണ്? ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് യോഗങ്ങൾ നടത്തുക. നമ്മളിപ്പോ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ പ്രതിഷേധം നടത്തും അല്ലേ? പിന്നെ ഓരോരോ സമ്മേളനങ്ങൾ നടത്തും. അവിടെ ഒന്നും എന്ത് വേണ്ട? ആയുധങ്ങൾ വേണ്ട, സമാധാനം വേണ്ട. ഇപ്പൊ നമ്മുടെ PSC ഉദ്യോഗാർത്ഥികള് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്ര ദിവസങ്ങളായി ആ പാവങ്ങൾ അവിടെ കിടന്നിട്ട് അല്ലേ? സങ്കടം അല്ലേ? എങ്ങനെയാണ് എനിക്കറിയില്ല, എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മളൊക്കെ ക്ലാസ്സുകൾ എടുക്കണ്ടെങ്കിലും ഒക്കെ നമ്മള് അറിയില്ല, എന്താ എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല അല്ലെ? അപ്പൊ എന്താണ്? ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് യോഗങ്ങളും പ്രതിഷേധങ്ങളും നടത്താനുള്ള അവകാശമാണ് 19(1) എന്ന് പറയുന്നത് കേട്ടോ. സമാധാനപരമായിട്ട് ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യമാണ് കേട്ടോ. സമാധാനപരമായിട്ട് ഒത്തുചേരുക. 19(1) എന്താണ്? സംഘടനകളും അതുപോലെ തന്നെ യൂണിയനുകളും ഒക്കെ രൂപീകരിക്കുക. യൂണിയൻ രൂപീകരിക്കുക. രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാറില്ല, NGO യൂണിയൻ, അങ്ങനെ ഓരോരോ യൂണിയൻ ഇല്ലേ? അതേപോലെ തന്നെ ക്ലബ്ബുകൾ കൂട്ടുകാരെ കൂടിയിട്ട് ക്ലബ്ബുകൾ തുടങ്ങില്ലേ? ട്രേഡ് യൂണിയനുകളില്ലേ? ട്രേഡ് യൂണിയൻ CITU എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളില്ലേ? ഇതൊക്കെ രൂപീകരിക്കാനുള്ള അവകാശമാണ് 19(1) എന്ന് പറയുന്നത്. 19(1) എന്താ പറയുന്നത്? ഇന്ത്യയിലുടനീളം സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. സ്വതന്ത്രമായി സഞ്ചരിക്കുക. അപ്പൊ നാളെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് അങ്ങോട്ടേക്ക് ഇന്ത്യയിൽ എവിടെയും പോകാൻ, സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകണം. രാജ്യത്തിന്റെ ഏത് ഭാഗത്തേക്കാണെങ്കിലും തടസ്സമില്ലാതെ യാത്ര ചെയ്യാനുള്ള അവകാശമാണ്. ഇനി 19(1) എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെ? ഇന്ത്യയിലാണ് കേട്ടോ. ഇന്ത്യയിലാണ്, ലോകത്തല്ല. ഇന്ത്യയിൽ എവിടെയും എല്ലാം പറയുന്നത് ഇന്ത്യയിലത്തെ കാര്യമാണ് കേട്ടോ. ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള, അതേപോലെ തന്നെ സ്ഥിര താമസമാക്കാനുള്ള. ഇന്നിപ്പോ കേരളത്തിലാണ്, നാളെ നിങ്ങൾക്ക് രാജസ്ഥാനിൽ പോയി ഇരിക്കണം പറഞ്ഞാൽ, അവിടെ സ്ഥലം വാങ്ങിച്ചിട്ട് ഇരിക്കണം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കഴിയണം അല്ലേ? നിങ്ങൾക്കെന്നല്ല, നമുക്കതിന് കഴിയണം. എവിടെയും താമസിക്കാൻ അല്ലെങ്കിൽ സ്ഥിര താമസമാക്കാൻ നമുക്ക് കഴിയണം. രാജ്യത്തിന്റെ ഏത് സംസ്ഥാനത്താണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും താൽക്കാലികമായിട്ടാണെങ്കിലും സ്ഥിരമായിട്ടാണെങ്കിലും നമുക്ക് താമസിക്കാൻ എന്ത് ചെയ്യണം? അവകാശം കിട്ടണം. ഇനി 19(1) ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് 19(1) എന്ന് പറയുന്നത്. അപ്പൊ F അവിടെ പോയി? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആർട്ടിക്കിൾ 19 ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 1978 44ാമത്തെ ഭേദഗതിയോടുകൂടി സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യമായിട്ട് മാറി. സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക മക്കളെ, ആർട്ടിക്കിൾ 19 നൽകുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും, ആർട്ടിക്കിൾ 19 നൽകുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും നമ്മുടെ ഇന്ത്യക്കാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇന്ത്യക്കാർക്ക് പൗരന്മാർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. വിദേശികൾക്ക് ഒരിക്കലും ഇത് ലഭ്യമല്ല. ഓക്കെ ആണോ? ഓക്കെ, അതേപോലെ തന്നെ ഇനിയിപ്പോ ഇത്രയും സഞ്ചരിക്കാനും സംസാരിക്കാനും അഭിപ്രായ പ്രകടനം നടത്താനും സമാധാനപരമായിട്ട് ഒത്തുചേരാനും സംഘടിക്കാനും യൂണിയനാക്കാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും എവിടെയും താമസിക്കാനും സ്ഥിരതാമസമാക്കാനും തൊഴിൽ ചെയ്യാനും ഒക്കെ അധികാരം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയോ സുരക്ഷയെയോ പൊതുസമാധാനം തകർക്കുന്ന രീതിയിലോ ധാർമ്മികതയിലോ മുൻനിർത്തി എന്ത് ചെയ്യാം? നമ്മൾ ഇതിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അധികാരമുണ്ട്. അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ എന്ത് ചെയ്താൽ മതി? ഒരു കോഡ് പോലെ ഇട്ട് പഠിച്ചാൽ മതി. ആദ്യം നമ്മള് സംസാരിക്കുന്നു. ഒന്ന് മനസ്സിൽ കണ്ടേ, നമ്മളൊന്ന് സംസാരിക്കാണ്. എന്ത് ചെയ്യാണ്? നമ്മൾ ഇങ്ങനെ ഫോൺ ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ട് അല്ലെ, രാകേഷ് അല്ലെ? നമ്മൾ രാകേഷിനെ വിളിക്കാണ് കേട്ടാ. നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ നമുക്ക് സുചിത്ര, അങ്ങനെ കുറച്ച് പേര് നമുക്കറിയാം അല്ലെ, നമ്മൾ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ. നമ്മൾ ഒരു കാര്യം ചെയ്യണം, നമ്മളെല്ലാരും കൂടി. ഇപ്പൊ ഞാൻ വിളിക്കാണ്, രാകേഷിനെ വിളിക്കാണ്. രാകേഷേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുറെ സംസാരിക്കുകയാണ്. എന്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയാണ്. ആ സ്വാതന്ത്ര്യം എനിക്ക് കിട്ടി.
അല്ലേ? അത് കിട്ടി. അപ്പൊ രാകേഷ് പറയണ നമുക്ക് എന്നാ ഒന്ന് എവിടെന്നെങ്കിലും ഒന്ന് ഒത്തുകൂടാ ചോദിക്കണം. ഒരു കോഡാണ് കേട്ടോ, കോഡാണ്. അപ്പൊ ഞാൻ പറയാണ് രാകേഷേ, നീ അവരെയൊക്കെ ഒന്ന് കൂട്ട്, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇന്ന ഭാഗത്ത് നമുക്കൊരു കാര്യം തൃശ്ശൂർ പാറമേക്കാവ് മൈതാനത്തിൽ നമുക്കൊന്ന് കൂടുകയെന്ന് ചോദിക്കുകയാണ് അല്ലെ? സമാധാനപരമായിട്ട് നമുക്കൊന്ന് ഒത്തുചേരുക ചോദിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു, ഞാൻ ആദ്യം സംസാരിച്ചു, എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സമാധാനപരമായിട്ട് നമുക്ക് ഒരു ഭാഗത്ത് കൂടുക ചോദിച്ചു. കൂടി. അപ്പൊ നമ്മൾ അവിടെ പറയാണ്, എടാ നമുക്കൊരു ക്ലബ്ബ് തുടങ്ങാം അല്ലേ? നമ്മൾ 5-6 പേരില്ലേ, നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്കൊക്കെ ഒരു സഹായം ആകണ്ടേ? ഒരു ക്ലബ്ബ് തുടങ്ങാം. ഓർഡറിൽ വരണം കേട്ടോ. സംസാര അഭിപ്രായ പ്രകടനം 19 A ആണ്. സമാധാനപരമായി പാറമേക്കാവ് മൈതാനത്തിൽ ഒത്തുചേർന്ന് 19 B ആണ്. അടുത്ത് നമ്മൾ പറയണം, അടുത്ത് നമുക്കിവിടെ ഒരു സംഘടന രൂപീകരിക്കുക, അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കുക അല്ലേ എന്ന് പറഞ്ഞു. അത് 19 C അവിടെ എത്തി. അങ്ങനെ പറയാണ്, അങ്ങനെ സംഘടനകളൊക്കെ രൂപീകരിച്ചു. അപ്പൊ പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിങ്ങനെ എല്ലാവർക്കും കൂടിയിട്ട് ഒരു യാത്ര പോകുക ചോദിക്കുകയാണ്. മനസ്സിലായോ? നമ്മള് സംസാരിച്ചു, ഒത്തുചേർന്നു, ഒരു ക്ലബ്ബ് ഉണ്ടാക്കി, എന്നിട്ട് പറയണം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ടൂർ പോകുക ചോദിക്കുകയാണ്. അപ്പൊ സഞ്ചരിക്കാൻ അല്ലെ, എവിടെയും നമുക്ക് യാത്ര ചെയ്യാൻ, സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം. 19 D. അങ്ങനെ ശരി, നമ്മൾ എല്ലാവരും കൂടി ഒരു ടൂർ പ്ലാൻ ചെയ്തു. മൂന്നാറിലേക്ക് പോകാം കേട്ടോ. നമ്മളങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു മൂന്നാറിലേക്ക് പോയി. അപ്പൊ സഞ്ചരിച്ചു. അങ്ങനെ 19 എവിടെ എത്തി? D എത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മൂന്നാറിലേക്ക് പോയി നമുക്ക് അവിടെ താമസിക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ താൽക്കാലികമായി താമസിക്കാം. താൽക്കാലികം മതി, സ്ഥിരമായിട്ടൊന്നും വേണ്ട, നമുക്ക് തിരിച്ചു വരണ്ടേ, നമ്മുടെ കുടുംബത്തിലേക്ക് എത്തണ്ടേ? അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ എത്തി. അപ്പൊ എവിടെയും താമസിക്കാൻ 19 E എത്തി. എന്നിട്ട് എന്ന് പറയാണ്, നമ്മളിങ്ങനെ കറങ്ങി നടന്നാൽ പോരാ, ക്ലബ്ബുകൾ ഉണ്ടാക്കിയിട്ടും കറങ്ങി നടന്നുകൊണ്ട് പോരാ, നമുക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലി, തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലേ? ഗവൺമെന്റ് ജോലിയോ എന്ത് ജോലി ആയിക്കോട്ടെ, ഓക്കെ, പ്രൈവറ്റ് ഏത് മേഖല ആയിക്കോട്ടെ, തൊഴിൽ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോ തൊഴിലുകൾ ചെയ്യാം. ക്ലബ്ബുകൾ ഉണ്ടാക്കിക്കൊണ്ടോ സംഘടനകൾ രൂപീകരിച്ചുകൊണ്ടോ മൂന്നാറിലേക്ക് ടൂർ പോയതുകൊണ്ടോ ജീവിതം മുന്നോട്ട് പോകില്ല. നമുക്ക് എന്ത് ചെയ്യണം? തൊഴിൽ ചെയ്യണം അല്ലേ? അപ്പൊ കിട്ടിയോ? അങ്ങനെ ഒരു ഓർഡർ കണക്ട് ചെയ്തോ കേട്ടോ. പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? എത്രയാണ്? പൗരത്വം നഷ്ടപ്പെടുന്നത് 3 രീതിയിൽ, പൗരത്വം നേടുന്നത് 5 രീതിയിൽ. അപ്പൊ പൗരത്വം നേടാനുള്ള വഴികൾ 5 വഴികളാണ്. പൗരത്വം നേടാൻ എത്ര വഴിയാണ്? 5 വഴികളും നഷ്ടപ്പെടാൻ 3 വഴികളുമാണ്. അപ്പൊ എപ്പോൾ നേടാൻ കൂടുതൽ വഴിയുണ്ട് എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. ഒന്ന് എന്താണ്? ജനനം വഴി നമുക്ക് പൗരത്വം നേടാം. ജനനം വഴി പൗരത്വം നേടാം. വംശപാരമ്പര്യം വഴി, വംശപാരമ്പര്യം അല്ലെ? ഇവിടെ ബൈ ബർത്ത്, വംശപാരമ്പര്യം പറയുമ്പോൾ ബൈ ഡിസെന്റ്. ഓക്കെ, അടുത്തത് ഏതാണ്? രജിസ്ട്രേഷൻ വഴി അല്ലേ? അടുത്തത് ഏതാണ്? രജിസ്ട്രേഷൻ വഴി. 1, 2, 3 രജിസ്ട്രേഷൻ വഴി. പിന്നെ 4 നാഷണലൈസേഷൻ, ദേശീയവൽക്കരണം വഴി. ദേശീയവൽക്കരണം വഴി. 5 പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കൽ വഴി, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കൽ വഴി. ഓക്കെ ആണോ? അപ്പൊ ജനനം വഴി നമുക്ക് എന്ത് ചെയ്യാം? പൗരത്വം നേടാം. വംശപാരമ്പര്യം വഴി നേടാം. രജിസ്ട്രേഷൻ വഴി നേടാം. ദേശീയവൽക്കരണം വഴി നേടാം. നാച്ചുറലൈസേഷൻ ആണ് ദേശീയവൽക്കരണം. ഇനി പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കൽ വഴി, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി വഴി നേടാം. ഇനി പൗരത്വം നഷ്ടപ്പെടുന്ന 3 രീതികളാണ്. ഉപേക്ഷിക്കൽ, സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട, ഞാൻ അമേരിക്കൻ പൗരത്വം മതി എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കലാണ് ഒന്നാമത്തെ നഷ്ടപ്പെടുന്ന രീതി. 2 അവസാനിപ്പിക്കലാണ്. ഉപേക്ഷിക്കല് 1. 2 അവസാനിപ്പിക്കലാണ്. വിദേശ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു അമേരിക്കൻ പൗരത്വം നേടി, ഞാനിപ്പോ അമേരിക്കയിലേക്ക് പോവുകയാണെ, ഞാൻ അവിടെയൊക്കെ പോയി താമസിച്ച് അമേരിക്കൻ പൗരത്വം ഒക്കെ നേടിക്കഴിഞ്ഞാൽ എൻ്റെ ഇന്ത്യൻ പൗരത്വം സ്വയമേവ ഇല്ലാതാകും. ഇനി റദ്ദാക്കൽ എന്താ? നമ്മൾ വല്ല കപടമായ രേഖകൾ ഇല്ലേ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ കൊണ്ടുപോയി എന്ത് ചെയ്യാണ്? രാജ്യദ്രോഹത്തിനോ
അല്ലെങ്കിൽ രേഖകളൊക്കെ വ്യാജമൊക്കെ ചമച്ച് നമ്മുടെ ഇന്ത്യൻ പൗരത്വമാണ് നേടിയതെങ്കിൽ സർക്കാർ എന്ത് ചെയ്യും? പൗരത്വം റദ്ദാക്കും. അപ്പൊ 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം, 5 രീതിയിൽ പൗരത്വം എന്ത് ചെയ്യാം? നേടാം. പൗരത്വ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 1955-ലാണ് സിറ്റിസൺഷിപ്പ് ആക്ട് നിലവിൽ വരുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ചിട്ട്. സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഷയത്തിലാണ് പെടുന്നത്? നമുക്കറിയാം, നമ്മുടെ കേന്ദ്ര പാർലമെന്റ് അല്ലെ, പാർലമെന്റ് ആണെങ്കിലും നിയമനിർമ്മാണം നടത്തുന്ന സമയത്ത് യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ്, 3 ലിസ്റ്റുകളുണ്ട് അല്ലെ. അങ്ങനെ ഇത് ഏതിൽ വരുന്നു? സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത് കേട്ടോ. കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. അപ്പൊ കേന്ദ്ര ലിസ്റ്റ് പറയുമ്പോൾ ഇത് എത്രാമത്തെ ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ലിസ്റ്റുകളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ പട്ടികയിലാണ്? 7ാമത്തെ ഷെഡ്യൂളിലാണ് കേട്ടോ. 7ാമത്തെ ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. അതിൽ കേന്ദ്ര ലിസ്റ്റ് ഉണ്ട് അല്ലെ. കേന്ദ്ര ലിസ്റ്റ് പറഞ്ഞാൽ ആർക്കാണ് അധികാരം? കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് അല്ലെ. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളാണ്. ഉദാഹരണം എന്തൊക്കെ വരും? പ്രതിരോധം അല്ലെ, പ്രതിരോധം വരും. പിന്നെ ഏതാണ്? വിദേശകാര്യം വരും, വിദേശകാര്യം. അതുപോലെ റെയിൽവേ. ഇതൊക്കെ ഏതിലാണ്? കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് നിയമനിർമ്മാണ അധികാരമുള്ളൂ. അതേപോലെ സംസ്ഥാന ലിസ്റ്റ് എന്താ? സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങളായിരിക്കും. അതിൽ പോലീസ് വരും, പോലീസ്, കൃഷി വരും, പൊതുജന ആരോഗ്യം വരും. ഇതൊക്കെ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിലാണ് പൊതുജനാരോഗ്യം വരുന്നത്. ഇനി കൺകറന്റ് ലിസ്റ്റിലാണ് ഏതൊക്കെ വരിക? കൺകറന്റ് ലിസ്റ്റിൽ ഏതൊക്കെ വരും? വിദ്യാഭ്യാസം വരും അല്ലെ. കൺകറന്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം വരും, വനം വരും, വിദ്യാഭ്യാസം, വനം, സാമൂഹിക സുരക്ഷ, നമ്മൾ അതവിടെ പറഞ്ഞു അല്ലെ. സാമൂഹിക സുരക്ഷ, സാമൂഹിക ഇൻഷുറൻസ്, വിവാഹം, ഇതൊക്കെ ഏതിൽ വരും? കൺകറന്റ് ലിസ്റ്റിൽ വരും. ഇനി അവശിഷ്ട അധികാരത്തിൽ വരുന്നതാണ് ഏത്? സൈബർ നിയമം. ഈ 3ൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ഏത്? സൈബർ നിയമം എന്ന് പറയുന്നത് കേട്ടോ. സൈബർ നിയമം അവശിഷ്ട അധികാരത്തിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ABCD ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. നമ്മളൊന്ന് കുഴപ്പിക്കാനേ എന്തിനാ ഇവരിങ്ങനെ ചോദിച്ചത് അല്ലേ? നോക്കിക്കേ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? A പറഞ്ഞു രാജീവ് കുമാർ ആണ് പറഞ്ഞു, B പറഞ്ഞു ജ്ഞാനേഷ് കുമാർ ആണെന്ന് പറഞ്ഞു, പിന്നെ ആരാ പറഞ്ഞത്? C പറഞ്ഞു DY ചന്ദ്രചൂഡാണെന്ന് പറഞ്ഞു. ഇവർ 3 ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ D പറഞ്ഞു സഞ്ജീവ് ഖന്നയാണ് എന്ന് പറഞ്ഞു. എങ്കിൽ ആരാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്? ആരാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ? ജ്ഞാനേഷ് കുമാർ ആണ് അല്ലെ. ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മളെ ദേശീയ തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പഠിക്കുമ്പോ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെ, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തൊക്കെയാണ് നമുക്ക് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിക്കാനുള്ളത്? ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 324 ഭാഗം 15, ഭാഗം 15. പിന്നെ ആർട്ടിക്കിൾ 324 പ്രകാരം ഭാഗം 15 പ്രകാരമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 1950 ജനുവരി മാസം 25-ാം തീയതി നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഓക്കെ ആണോ? ഇനി നിർവാചൻ സദൻ ന്യൂഡൽഹി ആണ്. നിർവാചൻ സദൻ ന്യൂഡൽഹി ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നിർവാചൻ സദനാണ്. അതേപോലെ തന്നെ ഒരു ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറും, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾപ്പെട്ടതാണ് ഘടന എന്ന് പറയുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഒരു ഇലക്ഷൻ കമ്മീഷണറുമാണ്. ഓക്കെ. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് അല്ലെ. അദ്ദേഹം ഒരു IAS ഓഫീസർ ആണ് കേട്ടോ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഇപ്പോ? ജ്ഞാനേഷ് കുമാർ, ജ്ഞാനേഷ് കുമാർ. എന്നാൽ 2 ഇലക്ഷൻ കമ്മീഷണർ ആരൊക്കെയാണ് ഇപ്പോ? സുഖ്ബീർ സിംഗ് സന്ധുവും, സുഖ്ബീർ സിംഗ് സന്ധു,
വിവേക് ജോഷി. ഇവരാണ് ഇപ്പോഴത്തെ 2 ഇലക്ഷൻ കമ്മീഷണർമാർ, സുഖ്ബീർ സന്ധു ആൻഡ് വിവേക് ജോഷി. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ? ആദ്യത്തെ സുകുമാർ സെൻ ആണ്. ആദ്യത്തെ ആരാണ്? സുകുമാർ സെൻ ആണ്. അപ്പൊ ഭാഗം ആർട്ടിക്കിൾ 324 ഭാഗം 15 1980 ജനുവരി 25 നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. നിർവാചൻ സദൻ ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണറും അടങ്ങുന്നതാണ് ഘടന. ഇപ്പൊ ഗണേഷ് കുമാറാണ്. 2 ഇലക്ഷൻ കമ്മീഷണർമാർ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണ്. ആദ്യത്തേത് സുകുമാർ സെൻ ആണ്. ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ, രാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി എന്നിവയുടെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് കേട്ടോ. ലോകസഭയുടെയും രാജ്യസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്നാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്തൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി? പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടീസ് എന്താണ്? വോട്ടർ പട്ടിക തയ്യാറാക്കുക. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക. അവർക്ക് ചിഹ്നം അനുവദിക്കുക. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുക. ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കണം, രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കണം, അവർക്ക് ചിഹ്നം അനുവദിക്കണം, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കണം, പെരുമാറ്റച്ചട്ടം അതായത് മോഡൽ കോഡ് ഓഫ് ദി കണ്ടക്ട് അല്ലെ, പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കണം. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടീസ് ആണ്. ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവരുടെ കാലാവധി. ഏതാണോ ആദ്യം അത്. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യമായ യോഗ്യതകൾ? ഇന്ത്യൻ പൗരനായിരിക്കണം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. തെരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്ത് വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടായിരിക്കണം. അതും ശരിയായ പ്രസ്താവനയാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. വയസ്സ് അവിടെ പറയുന്നില്ല കേട്ടോ. ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ 1992 74ാമത്തെ ഭേദഗതിയിലൂടെയാണ് നഗരസഭകൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചത്. 73 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള്, 74 നഗരസഭകൾക്ക് പ്രാധാന്യം ലഭിച്ചത്. ഇനി ആരാണ് കോർപ്പറേഷനിലെ മെയിൻ ആയിട്ടുള്ള വ്യക്തി? കോർപ്പറേഷന്റെ രാഷ്ട്രീയ തലവൻ ആരാണ്? കോർപ്പറേഷന്റെ രാഷ്ട്രീയ തലവൻ മേയർ ആണ് അല്ലെ. കോർപ്പറേഷന്റെ രാഷ്ട്രീയ തലവൻ മേയർ ആണ്. അതേപോലെ തന്നെ മേയർ ഉണ്ട്, കൗൺസിലർമാരുണ്ടാകും, മുനിസിപ്പൽ കമ്മീഷണർമാരുണ്ടാകും കേട്ടോ. ആരൊക്കെയാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ? മേയർ ഉണ്ടാകും, കൗൺസിലർമാരുണ്ടാകും, മുനിസിപ്പൽ കമ്മീഷണർമാരുണ്ടാകും. അപ്പൊ ഏറ്റവും വലിയ തലവൻ മേയർ ആണ്. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്? 6 മുനിസിപ്പൽ കോർപ്പറേഷൻ ഉള്ളത്. പ്രീവിയസ് ചോദ്യമാണ്, കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. 6 മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. അതിൽ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം മുനിസിപ്പൽ. ആദ്യം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. അതേപോലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഏത് എന്ന് ചോദിച്ചാലും തിരുവനന്തപുരം തന്നെയാണ്. രണ്ടാമത് കൊച്ചി കോർപ്പറേഷൻ ആണ്. മൂന്നാമത്തേത് കോഴിക്കോടാണ്. 4 കൊല്ലം, 5 തൃശ്ശൂര്, 6 കണ്ണൂരിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത്? മുനിസിപ്പൽ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. കൗൺസിലർമാരുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് കേട്ടോ. കൗൺസിലർമാരുടെ കാലാവധി 5 വർഷമാണ്. പ്രധാനപ്പെട്ട ചുമതലകൾ എന്താ? കുടിവെള്ള വിതരണം, തെരുവ് വിളക്കുകൾ പരിപാലിക്കുക, പൊതുജനാരോഗ്യം, ശുചിത്വം, ഖരമാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ ജനന മരണ രജിസ്ട്രേഷൻ, കെട്ടിട നിർമ്മാണ അനുമതി നൽകൽ. ഇതൊക്കെ എന്താണ്? ഇവരുടെ ഡ്യൂട്ടീസ്.
താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുംഖം കമ്മീഷൻ. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ബൽവന്ത് റായ് മേത്ത തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. അശോക് മേത്ത കമ്മിറ്റി, തുംഖം കമ്മിറ്റി ഒക്കെ നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടമായ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടുകളാണ് എന്റെ എനർജി തന്നെ നിങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ഒക്കെ ഇടുക കേട്ടോ. നിങ്ങൾ കമന്റ് ഇടാൻ മടി കാണിക്കരുത് കേട്ടോ സുഹൃത്തുക്കളെ. നിങ്ങൾ കമന്റ് ഇടടാ, ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടു പോകുക, വളരെയധികം ഞാൻ സന്തോഷിക്കില്ലേ? ഓക്കെ ആണല്ലോ? അപ്പോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, തരുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക, മാർക്ക് കൂടെ പോന്നോളൂ കേട്ടോ. താങ്ക് യു.